എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ഒരു ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഈയിടെയായി നമ്മുടെ ന്യൂസ് ചാനലുകളിൽ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് 9 വയസ്സുള്ളൊരു കുട്ടിയുടെ കയ്യിലൊരു ഫ്രാക്ചർ ഉണ്ടാവുകയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്ത. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ന്യൂസായിരുന്നു അത്. കുട്ടിയുടെ കയ്യിലൊരു ഫ്രാക്ചർ ഉണ്ടാവുകയും അതിൻ്റെ മുകളിലായിട്ട് ഒരു വൂണ്ട് ഉണ്ടാവുകയും ആ വൂണ്ട് ചികിത്സിക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെയും വിട്ടത് കാരണമാണ് ഒരു പഴുപ്പുണ്ടായി കുട്ടിയുടെ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വന്നത് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഈ വാർത്ത പ്രചരിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് കടന്നു പോകാം. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ സെപ്റ്റംബർ 24-ന് കുട്ടി ഒടിഞ്ഞ കൈയുമായി എത്തുന്നു. അവിടെ നിന്ന് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വൈകിട്ടാണ് കുട്ടി എത്തുന്നത്. വലത് കൈന് 2 പൊട്ടലുണ്ടെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം പ്ലാസ്റ്റർ ഇടുന്നു. ഇതുണ്ടായി പിറ്റേ ദിവസം രാവിലെ തന്നെ കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. കാരണം കുട്ടിക്ക് വലിയ വേദനയുണ്ട്, പഴുപ്പുണ്ടോ, സംശയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ഡോക്ടർമാരോട് പറഞ്ഞത്. പക്ഷേ ഡോക്ടർമാർ ഇത് ചെവികൊള്ളാൻ തയ്യാറായില്ല. അവർ പ്രാഥമികമായി പരിശോധന നടത്തി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ 5 ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. ഈ മുറിവിന് പ്രാഥമിക ചികിത്സ നൽകാതെ പ്ലാസ്റ്റർ ഇട്ടതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ ഈ മുറിവിനെ കുറിച്ച് റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പഴുപ്പ് എങ്ങനെ വന്നു, രക്തയോട്ടം എങ്ങനെ നിലച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വിശദീകരണവും ഈ റിപ്പോർട്ട് നൽകുന്നില്ല. ഡോക്ടർമാർ കൃത്യമായ ചികിത്സ നൽകി, അവരുടെ ഭാഗത്ത് യാതൊരു പിഴവുമില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുകയും ചെയ്യുന്നത്. പാലക്കാട്ടെ 2 ഡോക്ടർമാർ, ഒന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെയും 2 ഡോക്ടർമാരാണ് ഇത്തരത്തിൽ വിശദമായ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഇവർ മൊഴിയെടുത്തത് ആകെ 4 പേരുടെയാണ്. അതായത് ഈ ഡ്യൂട്ടി ഡോക്ടർമാരായിട്ടുള്ള 3 പേർ, ഓർത്തോ വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ, അങ്ങനെ 4 ഡോക്ടർമാരുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആംപ്യൂട്ടേഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഇൻഫെക്ഷനാണ്. അതായത് കുട്ടിയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി എന്ന് പറയുകയുണ്ടായി. ഈ മുറിവ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല, പ്രോപ്പറായിട്ട് കഴുകി ട്രീറ്റ് ചെയ്യാത്ത ഒരവസ്ഥയാണെങ്കിൽ ബാക്ടീരിയാസ് വരികയും സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻ, സ്റ്റഫിലോകോക്കസ് ഓറിയസ്, സ്യൂഡോമോണാസ് പോലുള്ള ബാക്ടീരിയാസ് അകത്ത് കയറുകയും ഈ ബാക്ടീരിയാസ് പഴുപ്പിലൂടെ വൂണ്ടിലൂടെ അകത്ത് കയറി വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, മസിൽസിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് പോലുള്ള മാരകമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ കൈ ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനായി മാറുകയും ഈ കൈയിലൂടെ ഈ ബാക്ടീരിയാസ് പുറത്തുവിടുന്ന ടോക്സിൻസ് ശരീരമാസകലം പടരാനും ഒരു സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാനുമുള്ള ചാൻസ് ഉണ്ട്. സെപ്റ്റിക് ഷോക്കിലൂടെ കുട്ടിയുടെ മൾട്ടി ഓർഗൻസ് ഫെയിലിയർ ആകുന്ന ഒരവസ്ഥയിലേക്കും നീങ്ങാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് പോലുള്ള അവസ്ഥ കയ്യിലുണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലൈഫ് സേവിങ് മെഷറായിട്ട് നമ്മൾ കാണേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ കയ്യിലാണെങ്കിലും ഫോറാമിലാണെങ്കിലും നമ്മുടെ മസിൽസ് ആയാലും നെർവ്സ് ആണെങ്കിലും ബ്ലഡ് വെസൽസ് ആണെങ്കിലും ഒരു ടൈറ്റായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടാവുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും സ്വെല്ലിങ്, നീരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഷർ വളരെയധികം കൂടുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ മസിൽസിനും നെർവ്സിനും കയ്യിലുള്ള രക്തക്കുഴലുകൾ ബ്ലഡ് കൊടുക്കുന്നതിന് ഒരു പ്രഷർ ഉണ്ടാകും, പെർഫ്യൂഷൻ പ്രഷർ എന്നാണ് നമ്മൾ പറയുക. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഷർ പെർഫ്യൂഷൻ പ്രഷറിനേക്കാളും കൂടുതലാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ബ്ലഡ് സപ്ലൈ ഇല്ലാതാവുകയും ഇഷ്കീമിയ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയും മസിൽസിനാണെങ്കിലും വേറെ സോഫ്റ്റ് ടിഷ്യൂസിനാണെങ്കിലും ബ്ലഡ് സപ്ലൈ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും അതിന് നമ്മൾ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ അത് ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ കൈയിലുള്ള ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഷർ റിലീസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് ചെയ്തില്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറിവേഴ്സിബിളായിട്ടുള്ള ഡാമേജിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിഷങ്ങളെല്ലാം നമ്മുടെ ശരീരമാസകലം പടർന്ന് സെപ്റ്റിക് ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
ആംപ്യൂട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെയും ഒരു ലൈഫ് സേവിങ് മെഷറായിട്ട് മാറുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, ഫ്രാക്ചർ ഉണ്ടായി നീരുണ്ടാവുമ്പോൾ നമ്മുടെ കയ്യിലേക്കുള്ള മേജർ വെസൽസായ ബ്രേക്കിയൽ ആർട്ടറി, റീഡിയൽ ആർട്ടറി പോലുള്ള രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയും രക്തം പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതും മസിൽ ടിഷ്യൂ നെക്രോസിസിലേക്ക് നയിക്കാവുന്ന ഘടകങ്ങളാണ്. ഈ ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല അല്ലെങ്കിൽ സർജറി ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ ശരീരമാസകലം ഇൻഫെക്ഷൻ പടരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഓർഗൻസും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മയോഗ്ലോബിൻ പോലുള്ള വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കിഡ്നി ഇഞ്ചുറി ആവാനുള്ള ചാൻസുകളുണ്ട്, ലിവർ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്, ന്യൂമോണിയ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള ചാൻസുകളുമുണ്ട്. അതുകൊണ്ട് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഈ കൈ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് ലൈഫ് സേവിങ് മെഷറായിട്ടാണ് നമ്മൾ മെഡിക്കൽ പുസ്തകങ്ങളിൽ പറയുന്നത്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്രാക്ചർ ഉണ്ടെങ്കിലും ഫ്രാക്ചറിന് മുകളിൽ ഒരു വൂണ്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ടേക്കൺ കെയർ ഓഫ് ചെയ്യണം. പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷവും അമിതമായ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നീരുണ്ടാകുന്ന ഒരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ സെൻസേഷൻസ് ഡ്രോപ്പ് ആവുന്ന, കയ്യിലുള്ള സെൻസേഷൻസ് കുറയുന്നൊരവസ്ഥയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പേഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡോക്ടറിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വേണ്ടത് ജാഗ്രതയാണ്. സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലുകളാവാം പലപ്പോഴും ഇത്രയധികം വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്ന് പേഷ്യൻസിനെ രക്ഷിക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ പുതിയൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.